ഹലോ ഗായ്സ്, നമുക്കൊരു പോർഷയുടെ ഒരു ഹോട്ട് വീൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയാലോ. കഴിഞ്ഞ വീഡിയോയ്ക്ക് നന്നായിട്ട് അത്യാവശ്യം പേര് കണ്ടു കേട്ടോ. എനിക്ക് സത്യം നല്ല ഹാപ്പിയാണ്. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചാണ്, ഗ്യാരേജ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ ചെയ്ത് വെച്ചാണ്. ബട്ട് അതിൻ്റെ ബാക്കി ക്ലിപ്പൊക്കെ ഡിലീറ്റായിപ്പോയി. ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ എഡിറ്റാക്കി കഴിഞ്ഞിട്ട് ഇത് വേണ്ടാത്തതുകൊണ്ട് എനിക്ക് സത്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് കളയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നു, ചെയ്തു പോലുമില്ല. പിന്നെ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പക്ഷേ അളവെടുത്തപ്പോൾ കറക്റ്റായിരുന്നു. ബട്ട് എനിക്ക് ഏറ്റവും അവസാനത്തെ മുകളിലത്തെ സ്ക്വയർ അങ്ങ് വലുതായിപ്പോയായിരുന്നു. അപ്പോൾ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അത് ഞാൻ ഡൈമെൻഷൻ എടുത്തതിൻ്റെ തെറ്റാന്ന് തോന്നുന്നു. ബട്ട് പിന്നെ അത് ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നു. പിന്നെ എനിക്ക് ചെയ്യാനും തോന്നിയില്ലായിരുന്നു. പക്ഷെ തെറ്റിപ്പോയതുകൊണ്ട് നമുക്ക് പിന്നെ ചെയ്യാനൊരു മടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ മിനി ഹോട്ട് വീൽ സ്റ്റാൻഡ് ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ എടുത്ത് തുടക്കമായിട്ട് എനിക്ക് ആ വീഡിയോ എടുത്തിട്ട് പിന്നെ ഇത് മാറ്റി വെച്ചേക്കുമായിരുന്നു. പിന്നെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആയിരുന്നു. നമുക്കൊരു നീ പ്ലേറ്റും കൊടുത്തിട്ട് ബാക്കി ഒരു കാറിൻ്റെ ആയാലും ഫോട്ടോ വെച്ചിട്ട് സെറ്റാക്കിയാലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഔട്ട്ലുക്ക് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ, സീരിയസ്ലി അത് ഞാനെടുത്ത് എൻ്റെ വാളിൽ തന്നെ തൂക്കിയത്. പിന്നെ അതുമല്ല, ഇത് നമ്മൾ ഒന്നോർത്താൽ ഇത് ഒട്ടിക്കാൻ തന്നെ നല്ലതെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഒന്നും കൂടെ എടുത്തിരിക്കുന്നത് വൈറ്റായിട്ടൊന്നും അലക്കിൻ്റെ അടുത്ത് നിൽക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ബ്ലാക്ക് അടിക്കുകയാണെങ്കിൽ ഫുൾ ലൈൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അതിനേക്കാളും ഭേദം ഇത് സ്റ്റിക്കറായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒട്ടിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ വൈറ്റ് കോമ്പിനേഷൻ നൈസായിരിക്കും, വൈറ്റും ബ്ലാക്കും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക്. പിന്നെ ആ ഫോട്ടോയും കൂടെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ ഫ്രെയിം നല്ല അടിപൊളി ലുക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ പോർഷയുടെ മറ്റേ ആ വണ്ടിയുടെ ഫോട്ടോ ആയാലും പിന്നെ സൈഡിലത്തെ ബ്ലാക്ക് ബോർഡർ ആയാലും മൊത്തത്തിൽ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ വേറെ ആർക്കും കൊടുക്കേണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ തന്നെ എൻ്റെ വാളി സെറ്റാക്കിയത്. അതുമല്ല, ഞാൻ നേരത്തെ ഓർത്തിരുന്നത് പോർഷയുടെ സ്പോയിലർ സ്റ്റാൻഡ് ഉണ്ടാക്കാമെന്നത് ഞാൻ നേരത്തെ ഓർത്തിരുന്നത്. പക്ഷേ ആ ഒരു രീതിയിലാണ് എനിക്ക് ഇതൊന്ന് സെറ്റാക്കി കൊള്ളാമെന്നുള്ള ഒരു തോന്നിയിട്ട് പിന്നെ ഈ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം സെറ്റാക്കി പിന്നെ ഒട്ടിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇത് ചെയ്യാനോ കാര്യങ്ങളോ അധികം വലിയ പാടൊന്നുമില്ല കേട്ടോ. പിന്നെ എല്ലാ ആംഗിളും കറക്റ്റായിട്ട് 90 ഡിഗ്രി ഇരുന്നാൽ മതി. പിന്നെ ബാക്കിലാകുമ്പോഴത്തേക്ക് വലിയൊരു ഫോം ഷീറ്റ് എടുത്ത് ഗം ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ആ ഓരോ ലേ ഔട്ട് സെറ്റാക്കുന്നത്, അതാണ് കുറച്ച് ടാസ്ക് വരുന്നത്. പിന്നെ അതും കൂടെ ഒന്ന് കറക്റ്റ് ലെങ്ത് നോക്കി പിന്നെ അതൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം സിമ്പിളാണ്. ഞാനിതെല്ലാം സെറ്റാക്കി, പക്ഷേ ഒരു നെയിമും ഇട്ട് അത് ഏതിന് വേണ്ടിയിട്ടുള്ളതാണ്. നെയിം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ ഹോട്ട് വീൽസിനൊക്കെ ഞാൻ എവിടെ പോകാനാ? എൻ്റെ ആകെ ഇരിക്കുന്ന 5 ഹോട്ട് വീൽസും പിന്നെ അത് മൊത്തം ഓഫ് റോഡാണ്. പിന്നെ ഈ പോർഷെ എന്നുള്ള സാധനവും കൂടെ വന്നു കഴിഞ്ഞിട്ട് വേറെ ഒന്നും അത് എൻ്റെ ഇരിക്കുന്ന ഹോട്ട് വീൽസായിട്ട് വെച്ചിട്ടാണെങ്കിലും സത്യം പറഞ്ഞാൽ അത് കൊള്ളത്തില്ല കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, ആ വാളിലെല്ലാം ഫിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബട്ട് ഹോട്ട് വീൽ മാത്രമില്ല പോർഷയുടെ. ഞാൻ വാങ്ങാൻ പോയാൽ പിന്നെ എൻ്റെ കുടുംബം വിൽക്കേണ്ടി വരും. മൊത്തം അതിൻ്റെ അകത്ത് തന്നെ 12 കോളമുണ്ട്. ആ 12 കോളത്തിലൊക്കെ ഞാൻ എന്തോ വാങ്ങിച്ച് അതിൻ്റെ അകത്ത് കയറ്റി വെക്കാനാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ നോക്കിയിട്ടാകുമ്പോൾ അതിൻ്റെ ഒടുക്കത്തെ റേറ്റ് സിംഗിൾ പീസിനാണുമ്പോഴത്തേക്ക്. പിന്നെ 5 in പാക്ക് പറയണ്ട, അതിൻ്റെ അകത്ത് 2 ഇഷ്ടപ്പെടുവാണെങ്കിൽ ബാക്കി 3 ഇഷ്ടപ്പെടത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് മൊത്തം കറങ്ങിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ ഞാൻ എന്താ ചെയ്യാനാ, ഞാൻ അങ്ങനെ ഉണ്ടാക്കി അതേ ഫ്രെയിം എടുത്ത് വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സെൻറ്ററിൽ ഒരു ഹോട്ട് വീല് മാത്രം നല്ലത് നോക്കി ചെറുത് നോക്കി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും അതിൻ്റെ അത് സെറ്റാവുന്നില്ല. അതുകൊണ്ട് ഒരു ഫ്രെയിം പോലെ ഇരിക്കട്ടെ എന്ന് ഓർത്ത് പിന്നെ വാങ്ങിച്ച് പതുക്കെ എല്ലാം സെറ്റാക്കി വരാമെന്ന് ഓർത്ത്. പിന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളായാലും ഞാൻ പിന്നെ ടെക്സ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞാൽ പിന്നെ അത് ശരിയാവത്തില്ല, പിന്നെ മൊത്തത്തിൽ അവിയൽ വരുവത്തില്ല. അല്ല, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലാകും എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഞാൻ ആരെങ്കിലും കാണിക്കാനോ ചെയ്യാനോ കാര്യത്തിനൊന്നുമല്ല ഞാൻ ഇടുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളായാലും പിന്നെ കിടക്കട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഇടുന്നത്. പിന്നെ ഞാൻ അപ്ലോഡ് ആക്കുന്ന ഓരോ വീഡിയോസിൽ ഓരോ സാധനമായാലും ഉണ്ടാക്കുന്ന ഓരോ ഫ്രെയിമായാലും അത് സെയിലിനുള്ള, അത് വേണ്ടവർക്ക് ഉറപ്പായിട്ടും ചോദിക്കാം. പിന്നെ ഇത് ചെയ്തിട്ട് കൂട്ടി വയ്ക്കാനോ അതോ കൂട്ടി വാളി സെറ്റാക്കാനോ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതിൻ്റെ അല്ല കേട്ടോ. എനിക്ക് ഈ ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിട്ട് വാളി തൂക്കിയിട്ടായാലും എനിക്ക് ഹോട്ട് വീൽ വാങ്ങാൻ പൈസയില്ല. ഇതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്.
അത് വാങ്ങുന്നത് അപേക്ഷിച്ച് നമ്മുടെ പോക്കറ്റ് കയറി സത്യം പറഞ്ഞാൽ അതൊക്കെ വാങ്ങാൻ പോവുകയാണെങ്കിലത്തേക്ക് ഒന്നോ രണ്ടോ വാങ്ങുന്ന പോലെയല്ല, ഓരോ നമ്മൾ ഫ്രെയിം ബൈ ഫ്രെയിം സെറ്റാക്കിയിട്ട് വാങ്ങുന്നത് നമ്മുടെ നിക്കറ് തൊട്ട് എല്ലാം കീറും. പിന്നെ ആർക്ക് ഇഷ്ടമില്ലാതിരിക്കുന്നു? ഇതേപോലെ സെറ്റാക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. പക്ഷേ അവിടെ ആവത്തില്ല നമ്മളെ കൊണ്ട്. ഞാൻ എടുക്കുന്ന ഈ ഷീറ്റായാലും ഈ ഫോം ഷീറ്റായാലും എന്നാ എല്ലാം 5mm ആയിരിക്കും. 5mm തിക്നെസ് ആയിട്ടുള്ള ഷീറ്റാണ് ഞാൻ യൂസ് ആക്കുന്നത്. പിന്നെ അതാണ് ഒന്നുകൂടെ ബെറ്റർ, കുറച്ച് കട്ടിയായിട്ട് കിടന്നോളും. പിന്നെ വേറെ ഒന്നും എന്നാ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നോ കാര്യങ്ങളോ ഒന്നും പേടിക്കണ്ട. പിന്നെ വേറെ ഒന്നുമില്ല, ഇത് ഇത്രേ ഉള്ളൂ. കാണാം.